നമസ്കാരം, ഡാക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ സെക്ഷനാണ്. കളർ ഗ്രേഡിങ് മാനുവലി ചെയ്യുന്നതാണ്. 2-3 ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതായത് ലെറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മാനുവലി ഒരു കളർ ഗ്രേഡിങ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഗ്രേഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ കളർ ഗ്രേഡിങ്ങിൻ്റെ പേരിലേക്ക് പോകാം അല്ലേ. ബേസിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡാവിഞ്ചിയുടെ ബേസിക് വീഡിയോസൊക്കെ ഉണ്ട്. കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ പാനൽ വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഞാൻ ചെറിയൊരു ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ആ കളറിലേക്ക് ഇവിടെ കണ്ടോ എഡിറ്റ് എന്നുള്ളൊരു സംഭവം കണ്ടോ, ഇതിലാണ് കർവിൽ കേട്ടോ. ഈ എഡിറ്റിൽ ഇവിടെ ഒരു ലിങ്ക് കണ്ടോ, ചെയിൻ, അതൊന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ, മനസ്സിലായില്ലേ, RGB. അതിൽ ഗ്രീനിനെ ഇത്തിരി ഇങ്ങോട്ടേക്ക് വലിച്ചു വെച്ചേ. നമുക്ക് വേണ്ട പോലെ അടിച്ചു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓൾമോസ്റ്റ് ആ കളർ തന്നെ വരും. അതിൻ്റെ ഡെപ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് നിങ്ങളിഷ്ടമാണ്. ഇനി ഗ്രീന് കഴിഞ്ഞിട്ട് ബ്ലൂവിനെ ഞാൻ അവിടേക്ക് കൊണ്ടുവച്ചു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് റെഡിനാണ് വേണ്ടത്. റെഡിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇത്തിരി താഴേക്ക് വലിക്കുകയാണ്. ഇത്തിരി താഴേക്ക് വലിച്ചിട്ട് ഈ മിഡ് ടോൺ കുറച്ച് കയറ്റി. ഇവിടെ മിഡ് ടോൺ ആണ്, ഇവിടെ ഹൈലൈറ്റ് ആണ്, ഇവിടെ ഷാഡോ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ കളർ ഗ്രേഡിൻ്റെ ബേസിക് വെബ്സൈറ്റിലുണ്ട്, അതിൽ നിന്ന് കയറി നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്തേ. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തേ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ കയറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കയറ്റാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലൈനില്ലേ, ഇതാണ് വൈറ്റ് ബാലൻസ് വരുന്നത്. വൈറ്റ് ബാലൻസിന് ഒരു പോയിന്റ് ഇവിടെ ഇട്ടിട്ട് ഇത്തിരി താഴേക്ക് കർവ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഷാഡോ കണ്ടോ, ഈ ഒരു വൈറ്റ് വരുന്നു, ബ്ലാക്ക് വരുന്നു, അതായത് ഈ ബ്ലാക്ക് ഏരിയാസിലുള്ള വൈറ്റിനെയൊക്കെ വലിച്ച് കളയാണ് ഷാഡോ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇത്തിരി ഹൈലൈറ്റ് ഒക്കെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ലൊരു, ഇപ്പോൾ നമ്മൾ ആ തമ്മിൽ കാണിച്ച പോലത്തെ ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ഗ്രീനിഷ് ആക്കണമെങ്കിൽ ഗ്രീന് മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിന് പകരം ബ്ലൂയിഷ് ആക്കണമെങ്കിൽ ഗ്രീൻ അവിടെ വെച്ചിട്ട് ബ്ലൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗ്രീൻ ടൈപ്പ് ഒരു ഓവർ ഗ്രീൻ ആക്കണ്ടല്ലേ അവർ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടും. ഈ ബ്ലൂവിനെ പുറത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ബ്ലൂയിഷ് ആയിട്ടുള്ള ടോണും കിട്ടും. രണ്ടും ഓൾമോസ്റ്റ് ഒരേ ടോണിൻ്റെ രണ്ട് ടൈപ്പാണ് അല്ലേ. ഇപ്പോൾ ഒരു ടീൽ ടൈപ്പ് കിട്ടിയില്ല. ഇനി നിങ്ങൾക്ക് ഓറഞ്ച് കുറച്ച് കിട്ടണമെങ്കിൽ ഈ കർവിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. അത് ഹ്യൂ വെസ് സാച്ചുറേഷൻ ആണ്. സാറ്റ് എന്ന് എഴുതിയാണ്, സാച്ചുറേഷൻ ആണ്. അല്ല, നമുക്ക് ഓറഞ്ച് ടോണിനൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഓറഞ്ച് കൂട്ടി കൊടുത്താൽ കണ്ടോ, ഫേസ് നോക്കിയോ, ഫേസിൽ കണ്ടോ ചെറിയ മാറ്റം വരുന്നത്. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഗ്രേഡ് ഔട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് മാറും, കുറച്ച് ചേഞ്ച് വരുത്തിയാൽ തന്നെ. അതുപോലെ ഇനി ഇവിടെ ഷാഡോ ആണുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കളർ വലിയ ഷാഡോ അല്ലേ, ഈ ഷാഡോ മാത്രം വേണമെങ്കിൽ കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ ടൈപ്പിൽ കിട്ടും. ഈ ഒരു നീലയ്ക്ക് കുറച്ച് ഷാഡോ കൂട്ടിയിടുന്നതാണ് രസം ഉണ്ടാവുക. അതിന് പകരം നമ്മൾ കർവ് തന്നെ വരികയാണ്. എന്നിട്ട് ഈ ഒരു ടൈപ്പിലേക്കാണ് വരുന്നതെങ്കിൽ ഷാഡോ കൂട്ടുന്നതിന് പകരം കുറയ്ക്കുന്നതായിരിക്കും രസം ഉണ്ടാവുക. ഇങ്ങനെ വൈറ്റ് ആക്കി വെക്കുന്നാളും കുറച്ച് ഡാർക്ക് ആക്കി വെക്കുന്നതായിരിക്കും രസം ഉണ്ടാവുക. ഈ കാണുന്ന വീലിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇപ്പോൾ ഷാഡോ കുറച്ചതും കൂട്ടിയതൊക്കെ. ഈ ഷാഡില്ലേ, ഷേഡോ ഇവിടെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയത്. പക്ഷേ അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായല്ലോ ഉള്ള കണ്ടീഷനിലാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രേഡിൻ്റെ ഈ ഒരു സംഭവം സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം എക്സാക്റ്റ് ഈ സെയിം കിട്ടണമെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഇതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ട് നമ്മൾ കളർ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, കളർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 ഗ്രേഡുകൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നല്ലൊരു കമൻറ്റ് ലീവ് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.